കാരണം വീണ്ടും ഒരു കഥയായിട്ട് എത്തിയാണ്. ഇന്ന് പറയാൻ പോകുന്ന കഥ ഓർക്കാപ്പുറത്ത്. 1988 ഈ പടം റിലീസ് ചെയ്തത്. നമ്മൾ പറഞ്ഞ പോലെ മോഹൻലാൽ, നെടുമുടി വേണു, പറവൂർ ഭരതൻ, തിലകൻ, KP ഉമ്മർ, രമ്യാകൃഷ്ണൻ, ശങ്കരാടി, കുഞ്ചൻ, ജഗദീഷ്, അതേ ഒരു വലിയ താരത്തെ തന്നെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ കഥാപശ്ചാത്തലമാണ്. ഒരപ്പനും മോനും, ഒരമ്മ മരിച്ചുപോയി. അപ്പൻ ആയ കാലത്ത് കാശൊന്നും സമ്പാദിക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ ഉപജീവന മാർഗമായ മാർത്ത എന്ന ബോട്ട് ഒരു പലിശക്കാരൻ്റെ അടുത്തിരിക്കുന്നത്. പലിശക്കാരൻ പക്ഷേ നമ്മൾ വലിയ പലിശക്കാരനല്ല, നല്ലവനായ പലിശക്കാരനാണ്. അപേക്ഷ ചെയ്തത് നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടനാണ്. ഇവർ കാലത്ത് അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലും വർക്കൊക്കെ പിടിച്ച് കിട്ടുന്ന കാശ് വൈകുന്നേരം ഇന്നസെൻ്റ് അടുത്തേക്ക് എത്തിക്കുന്നു. പക്ഷേ എത്തിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോയി വീണ്ടും കള്ളു കുടിച്ച് വന്ന് വീണ്ടും ഇന്നസെൻ്റ് ചീത്ത വിളിക്കും. ഇതാണ് സ്ഥിരം സംഭവം. അങ്ങനെ ഇരിക്കെ ഇവരൊരു പിയാനോ വെക്കാൻ, അതെ, ഇവർക്ക് ഈ ആർച്ചിയോളജി പരിപാടിയാണ്. അതായത് പഴയ സാധനങ്ങൾ വലിയ വലിയ വിലയ്ക്ക് വെട്ടിട്ട് എന്ന കമ്മീഷൻ അടിക്കലാണ് ഇവരുടെ പരിപാടി. ഇതിലപ്പനായിട്ട് നെടുമുടി ചേട്ടനും മകനായിട്ട് മോഹൻലാലുമാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്ന നേരത്താണ് അവർ രമ്യാകൃഷ്ണനെ പരിചയപ്പെടുന്നതും. പിന്നീട് എന്താണ് ഉണ്ടാവുക എന്നാണ് ഈ പടത്തിൻ്റെ ടെസ്റ്റ്. നല്ലൊരു അതിമനോഹരമായ ചിത്രമാണ്. അന്നത്തെ കാലത്ത് 1.5 കോടി ഈ പടത്തിന് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സംവിധാനം കമൽ, തിരക്കഥ ഷിബു ചക്രവർത്തി, ഇതിൻ്റെ കഥ രഞ്ജിത്തിൻ്റെയാണ്. പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മോഹൻലാലും സെഞ്ചുറി കൊച്ചുമോനുമാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോൾ കേട്ടത് സെഞ്ചുറി കൊച്ചുമോൻ ഒരു പടം വിഷുവിന് ഇറക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം കമലിൻ്റെ സംവിധാനത്തിലും രഞ്ജിത്ത്, ഷിബു ചക്രവർത്തി എന്നിവരുടെ തിരക്കഥയും പ്ലാൻ ചെയ്തു മോഹൻലാലാണ് എഴുതുന്നത്. പക്ഷേ ഈ കഥ എഴുതുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ടെസ്റ്റ്. ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പിയാനോ, അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. കഥ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ മോഹൻലാൽ ഇത് പ്രിയദർശനോട് പറയും. പ്രിയദർശനാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലെ ടെസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, നല്ലൊരു പടമാണ്. രമ്യകൃഷ്ണൻ്റെ മലയാളത്തിലെ 2ാമത്തെ പടമാണ്. ഓക്കെ, ശരി.